ഇന്നൊരു സൂപ്പർ ഫിഷ് ഫ്രൈ നമുക്ക് ഉണ്ടാക്കാം. ഇതൊരു അടിപൊളി ഫിഷാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു 1/2 കിലോ ഫിഷാണ് ഈ എടുത്തിട്ടുള്ളത്. ഇത് ശരിക്കും ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, മാർക്കറ്റിൽ പോയപ്പോൾ അങ്ങനെ തന്നാണ്. 2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ കുറച്ച് സിമ്പിളായിട്ട് ഒരു 1/4 ടീസ്പൂൺ അല്ല 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ കുറച്ച് 2 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂണോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ച സംഭവമാണ്, അതിടുക. എന്നിട്ട് കുറച്ച് നല്ല വെളിച്ചെണ്ണ, ഇതൊന്ന് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ശരിക്കൊന്ന് ഫിഷിൻ്റെ മുകളിലൊന്ന് തേച്ച് നന്നായിട്ട് പിടിപ്പിക്കുക. കാരണം ഈ വലിയ ഫിഷ് ആകുമ്പോൾ നമുക്ക് നന്നായി മസാല ഇതാക്കിയാൽ ആ ഒരു ഉപ്പ് ഇതൊക്കെ കറക്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുള്ളൂ. പിന്നെ കുറച്ച് ഫ്രഷ് കോക്കനട്ട് ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. ആ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, മസാല ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ടൊരു 10-15 മിനിറ്റ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതേസമയം 10 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഏതാണോ ഓയിൽ നമ്മളതിലുള്ളത് ആ ഓയിൽ ആവശ്യത്തിന് ഫ്രൈ ആക്കാനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് പെരിഞ്ചീരകം അത് അതിനകത്ത് ഇട്ട് കൊടുക്കുക, കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട്. കറിവേപ്പില എന്തെങ്കിലും ഇല്ല, ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ നമുക്ക് ഇടാം. കുറച്ച് വെളുത്തുള്ളി വേണമെങ്കിൽ ചതച്ചിട്ട് കൊടുക്കാവും, നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ നമ്മൾ കുറച്ച് 2 മണി ഉലുവയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ജീരകവും. അപ്പോൾ എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഓരോ മീനുകളായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ നമ്മൾ ഈ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുമ്പോൾ നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി പേസ്റ്റ് ആക്കിയിട്ട് ഇച്ചിരി പച്ചമുളകും കൂടെ അതിനകത്ത് ഇട്ടിട്ട് നന്നായി പേസ്റ്റ് ആക്കിയിട്ട് വേണം ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ. ചില ആളുകൾ മീൻ ഫ്രൈ ഉണ്ടാക്കുമ്പോഴാണ് അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ഇടില്ല, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമാകുമ്പോൾ എന്ത് ഫിഷ് ഫ്രൈ. ഇതാണ് ശരിക്കും മീൻ വറുത്തത് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു 5 മിനിറ്റ് ഒരു നമ്മുടെ ആവശ്യത്തിനുള്ള പാകത്തിന് മീൻ വെന്തെന്ന് ഉറപ്പ് വരുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക. അപ്പം ഇങ്ങനെ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, നല്ല കഷ്ണ മീനാകുമ്പോൾ അത്യാവശ്യം എണ്ണ ഒഴിച്ചിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാൻ. അല്ലെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ മീൻ വറുത്തുണ്ടാക്കുമ്പോൾ ഈ എണ്ണ കുറച്ച് ഒഴിച്ചുണ്ടാക്കുമ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മീനിൽ ഫുൾ എണ്ണ പിടിക്കുകയും ചെയ്യും, എന്നാൽ ശരിക്കും ഫ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യില്ല. അപ്പോൾ അത്യാവശ്യം എണ്ണ ഒഴിച്ച് കൊടുത്താലാണ് അത്യാവശ്യം നന്നായി മൊരിഞ്ഞ് വെന്തൊക്കെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഉള്ള എണ്ണ മൊത്തം അത് പിടിച്ചെടുക്കും. ഏകദേശം ഒരു സൈഡ് നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ 2 സൈഡും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെറിയ മീൻ നത്തോലിയൊക്കെ ആണെങ്കിലാണ് നല്ല മൊരിഞ്ഞ് കരിഞ്ഞ് ക്രിസ്പി ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇത് വലിയ മീനായതുകൊണ്ട് തന്നെ ഉള്ളു നന്നായി വെന്തിട്ടുണ്ട്. അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എപ്പോഴും പേസ്റ്റാക്കി ഫ്രിഡ്ജിൽ വെക്കുക. നല്ല കഷ്ണം മീൻ വാങ്ങിക്കുക, ഫ്രൈ ആക്കി വെക്കുക. വേണമെങ്കിൽ ഇതിൽ കുറച്ച് ഉള്ളിയും കറിവേപ്പിലൊക്കെ ആഡ് ചെയ്യാം. അടിപൊളി. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.